ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായ വാർത്തയിലേക്ക്. വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം നടന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് സ്ഫോടനം ഉണ്ടായത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായാണ് വിവരം. ഇത് സംബന്ധിച്ചുള്ള ആധികാരിക സ്ഥിരീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഇത് ആദ്യം ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. തൃശൂർ പൂരത്തിന് വേണ്ടിയുള്ള വെടിക്കെട്ട് നിർമ്മിക്കുന്നതാണോ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം നടന്നത്. തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി നിർമ്മിക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് നിർമ്മിക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ആളപായമുണ്ടായി എന്ന് വ്യക്തമായിട്ടില്ല. ഏതായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം ആദ്യഘട്ടങ്ങളിൽ പുറത്തു വരുന്നു. എന്നോടൊപ്പം നവമി ദിനേശ് എന്നോടൊപ്പം ചേരുന്നു. നവമി, തമിഴ്നാട്ടിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നതിന്റെ തൊട്ടു പുറകിലാണ് കേരളത്തിലും സമാനമായൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ്? എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ തരം മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? മനു, അല്പസമയം മുമ്പായിരുന്നു വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം സംഭവിച്ചത്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. എന്തായാലും എല്ലാവരെയും അടുത്തുള്ള ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സമീപ പ്രദേശത്ത് ഈ വെടിക്കെട്ട് സ്ഫോടനം നടന്ന സമീപ പ്രദേശങ്ങളിലെല്ലാം വലിയ തീയും പുകയും നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച്. ഇതെങ്ങനെയാണ് ഇവിടെ വെടിക്കെട്ട് സ്ഫോടനം ഉണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല. വരും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ കഴിയും. എന്തായാലും 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൃശൂർ പൂരമാണ്, നമുക്കറിയാം 2 ദിവസം കഴിഞ്ഞാൽ തൃശൂർ പൂരമാണ്. അതിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഇടത്താണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത്. പ്രദേശത്തൊക്കെ ആകെ തീയും പുകയും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ സ്ഫോടന സ്ഥലത്ത് മറ്റാളുകൾ ഉണ്ടോ എന്നതിനൊക്കെ തിരച്ചിൽ